പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമുക്കൊന്നൊരു പുതിയ ടോപ്പിക്ക് പഠിക്കാം. ഫിസിക്സിലെ ഉള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സ് വളരെ രസകരമായ ഒരു വിഷയമാണ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. പല പ്രതിഭാസങ്ങളും നമ്മുടെ ചുറ്റിലും കാണുന്നതാണ്. അപ്പൊ അതിലെ ഒരു പ്രതിഭാസങ്ങളിൽ ഒന്നാണ് എന്ത്? നമ്മൾ പല സാധനങ്ങളും വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് കണ്ടുണ്ട്, ചില സാധനം വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് കണ്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നുന്ന ചില പ്രതിഭാസങ്ങൾ, ചിലപ്പം ചൂജ് പോലത്തെ സാധനങ്ങൾ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് കാണാം. അതേസമയം ഈ കപ്പൽ പോലത്തെ വലിയ സാധനങ്ങൾ പൊന്തി കിടക്കും. ഇതെന്താ അതിശയം? ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, ചില ക്വിസ്റ്റിലൊക്കെ ചോദിക്കാറുണ്ട്, കപ്പൽ എന്തുകൊണ്ട് പൊന്തി കിടക്കുന്നു, പക്ഷെ അതിനേക്കാൾ വളരെ ഭാരം കുറഞ്ഞ മുട്ടുസൂചി എന്തുകൊണ്ട് താഴ്ന്നു പോകുന്നു? അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് പരീക്ഷണമായി നോക്കാം. നമുക്ക് അത് കറക്റ്റാണ്. എൻ്റെ ഒരു മുട്ടുസൂചി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് ഒരു മുട്ടുസൂചി ഞാൻ എടുക്കുകയാണ്, അത് വെള്ളത്തിലിടാൻ പോവാണ്. നോക്കുകയാണെങ്കിൽ ഇത് കാണാനുണ്ടോന്ന് അറിഞ്ഞുകൂടാ. നോക്കുക, വെള്ളം ഇട്ടു, കണ്ടു, അത് അടിയിൽ നിന്ന് മുട്ടി. അപ്പൊ മുട്ടുസൂചി വെള്ളത്തിൽ അടിയിൽ താഴ്ന്നു പോകുന്നു. എന്നാൽ മറ്റ് ചില സാധനങ്ങൾ അതിനേക്കാൾ വളരെ ഭാരമുള്ള ഇപ്പൊ ഇതിലേക്കാൾ ഇതൊരു ജാക്ക് ഫ്രൂട്ടിന്റെ നട്ടാണ്, അത് ഇടുന്നു, എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ അതും താഴ്ന്നു പോയി. അപ്പോൾ അതേ സമയത്ത് അതിനേക്കാളൊക്കെ വളരെ വലിപ്പമുള്ള ഇതേ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്, ആ ഒരു ഗ്ലാസ് ഞാൻ ഇതിലിടുന്നു, അതെന്ത് സംഭവിക്കുന്നത്? അത് പൊന്തിക്കിടക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ ഒരു 50 ഇരട്ടി ഭാരമുള്ള മുട്ടുസൂചിയേക്കാൾ ഒരു 1000 ഇരട്ടി ഭാരമുള്ള ഗ്ലാസ് പൊന്തിക്കിടക്കുന്നു. അതേപോലെ ആ ജാക്ക് ഫ്രൂട്ടിന്റെ കുരുവിനേക്കാൾ 19 ഇരട്ടി ഭാരമുള്ള ആ ഗ്ലാസ് പൊന്തിക്കിടക്കുന്നു. അത് ചക്കക്കുരു താഴ്ന്നു കിടക്കുന്നു. എന്താണ് അതിന് കാരണം? അപ്പൊ അത്തരം കാര്യങ്ങൾ ആണ് നമ്മളിത് പഠിക്കാൻ വേണ്ടത്. ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നതിനെ പറയും പ്ലവനം എന്ന് പറയും. പൊന്തിക്കെടുക്കുക, ഫ്ലൂട്ട് ചെയ്ത് കിടക്കുക, അതിന് അങ്ങനെ അതിനെ കുറിച്ചുള്ള ബോയൻസി എന്നൊക്കെ പറയാം പ്രതിഭാസത്തെ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് ഇത് നമ്മളിത് പൊന്തിക്കിടക്കാൻ കാരണം? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. ഇതിനൊക്കെ ചില വസ്തുക്കൾ എന്തുകൊണ്ട് പൊന്തിക്കിടക്കുന്നു, ചില വസ്തുക്കൾ എന്തുകൊണ്ട് താഴ്ന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെള്ളം കോരുന്നവർക്കൊക്കെ അറിയാം, ഈ ഒരു ബക്കറ്റിന് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നത്, ഒരു വസ്തുവിന് വെള്ളത്തിലാണോ കൂടുതൽ ഭാരമുണ്ടായിരിക്കുക അതേ വായുവിലാണോ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ല 5 കിലോ 10 കിലോ ഒരു ഇരുമ്പിന്റെ കട്ടിയോ അതിന് ഉരുളിയോ നമ്മൾ പൊന്തിക്കുമ്പോൾ നല്ല ഭാരം അനുഭവപ്പെടും. അതെന്ന് വെള്ളത്തിൽ മുക്കി പിടിക്കുകയാണെങ്കിൽ അതിന് ഭാരം കൂടുമോ കുറയുമോ എന്ന ചോദ്യം നിങ്ങളോട്. നിങ്ങൾക്ക് എന്താ പറയാൻ കിട്ടുക? ഒരു ഉരുളി വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അതിന് ഭാരം കൂടുമോ കുറയുമോ? മുക്കി ഫുള്ളായിട്ട് ഇമേഴ്സ് ചെയ്ത് പിടിക്കുക, അതായത് വെള്ളത്തിൽ താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ അതിന് ഭാരം കൂടുമോ കുറയുമോ? അത് ഭാരം കുറയും എന്നാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. എന്തുകൊണ്ടാണ് കുറയണം ചോദിച്ചാൽ പറയാൻ കിട്ടുമോ? വെള്ളത്തിൽ എന്തുകൊണ്ട് കുറയണു, വായുവിൽ എന്തുകൊണ്ട് കൂടുന്നു? അപ്പൊ ഇതൊക്കെ ഇപ്പൊ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് പ്രഷർ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രഷർ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ന്യൂട്ടന്റെ 3-ാം നിയമം? എന്താണ് ന്യൂട്ടന്റെ 3-ാം നിയമം? ഏതൊരു പ്രവൃത്തിക്കും തുല്യവും എതിർ ദിശയിലുമുള്ള ഒരു ആക്ഷൻ, ഏതൊരു ആക്ഷനും തുല്യ അളവിലും എതിർ ദിശയിലും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ന്യൂട്ടന്റെ 3-ാം നിയമം. തേർഡ് ലോ ഓഫ് മോഷൻ. അരെ ന്യൂട്ടൻ അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? തേർഡ് ലോന്റെ അർത്ഥം തിരിച്ചു തള്ളും. ഇപ്പൊ ഞാൻ ഈ ചുമരുമ ഒരു ഇടിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ചുമര് എത്ര ഫോഴ്സിലാണോ ഇടിച്ചത് അതേ ഫോഴ്സിന്റെ കൈമേ ബലം പ്രയോഗിക്കും. നിങ്ങളല്ലെങ്കിൽ ഒന്ന് തള്ളി നോക്കിയാൽ അറിയാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുക?
വലിയൊരു ഇരുമ്പ് വടി ഒന്ന് നിങ്ങളുടെ കൈ മുട്ടുമ്പോൾ ഒരു അടി അടിച്ചാൽ ചിലപ്പോൾ ആ മുട്ട് എന്തുണ്ടാവും, ഒടിഞ്ഞു എന്ന് വരും അല്ലേ? ജമ്പിന്റെ പോലെ നമ്മൾ ജമ്പ് ചെയ്യുമ്പോ ആ സ്പീഡിൽ നമ്മളെ മോളിൽ അത് ഈ കാരണല്ലേ? അത് ഈ കാരണം തന്നെയാണ്, ഫോഴ്സിന്റെ മറ്റൊരു കാരണമാണ് അത്. അത് വേറെ തന്നെ സ്പ്രിങ് ആക്ഷൻ്റെ, അത് എനർജി സ്റ്റോർ ചെയ്യുമ്പോഴുള്ളതാണ്. അത് ഇതിൻ്റെ ഒരു മറ്റൊരു രീതി. അത് നമ്മൾ സ്ഥാനികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, നമ്മൾ ചാടുമ്പോൾ സ്പ്രിങ് അമരുമ്പോൾ അത് അതിൽ സ്ഥാനികോർജമായി മാറുമ്പോഴും റബ്ബർ ബാൻഡ് കിട്ടിയിട്ട് ആ റബ്ബർ ബാൻഡില് അതും അതിന്റെ തന്നെ റബ്ബർ ബാൻഡിന്റെ റബ്ബറിന് സ്പ്രിങ് ആക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. തിരിച്ചു തള്ളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ തള്ളുമ്പോൾ തിരിച്ചു തള്ളും നമ്മളെ. അപ്പൊ പിള്ളേർ തമാശയിൽ ചോദിക്കുന്നത്, അപ്പൊ ടീച്ചർ ഡബിൾ അടിച്ചു കഴിഞ്ഞാല് ടീച്ചർക്ക് ഡബിൾ മാത്രമല്ല വേദന കൊണ്ട് കരയാം, ടീച്ചർ എന്താ വേദന കൊണ്ട് കരയാത്ത കാരണം ടീച്ചർ ഡബിൾ അടിക്കുമ്പോ തിരിച്ച് ആ വടി ടീച്ചർക്ക് അടിക്കില്ലേ, ടീച്ചറുടെ മേലും അത്ര ഫോഴ്സ് അപ്പോഴേ ചെയ്യില്ലേ, അപ്പൊ ടീച്ചർക്ക് വേണ്ടിയിട്ടില്ലേ എന്നൊക്കെ ചില തമാശയിൽ പിള്ളേര് ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്. അതേപോലെ ഡബിൾ ഉന്തുവണ്ടി തള്ളുമ്പോ ഉന്തുവണ്ടി നമ്മളെ തുല്യ ബലത്തിൽ തള്ളില്ലേ, അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളുമ്പോ ഈക്വൽ ആയില്ലേ, അപ്പൊ വണ്ടി നീങ്ങാൻ പാടുണ്ട എന്തൊക്കെ ചോദിക്കും ആൾക്കാർ. അത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക എന്തുകൊണ്ടാണ് അത്. ശരി, തള്ളുന്നുണ്ട് തിരിച്ച്. അപ്പൊ അതെന്താന്ന് കുറച്ച് ആലോചിക്കുക, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഞാനിതിന്റെ സീക്വൻസ് പോണ്ടാച്ചിട്ട്. അപ്പൊ എന്തൊരു കാര്യം നമ്മൾ എന്തായാലും നിങ്ങൾക്ക് നോക്കാൻ വേണമെങ്കിൽ, ഇപ്പൊ ഞാനിതിവിടെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ അമർത്താണെങ്കിൽ എൻ്റെ കൈ വേദനെടുക്കും. എന്താ കാരണം? ഇതെന്നെ തിരിച്ച് അമർത്തുന്നുണ്ട്, അതേ ഫോഴ്സിൽ അമർത്തുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വേദനെടുക്കില്ലേ? ഞാൻ ഇതിനില്ല അമർത്തണം വെച്ചിട്ട് ഞാൻ ഇതിനില്ല അമർച്ച. ഇപ്പൊ ഇതിന്റെ വാതിലും ഇങ്ങനെ അമർത്തി തന്നെ ഒരു ഇടിച്ച് എൻ്റെ കൈയും വേദനെടുക്കും. ചിലപ്പോൾ എല്ല് പൊട്ടും. എന്താ കാരണം? ഞാൻ അതിനെ അടിച്ചേക്കണ്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ കൈ പൊട്ടണം വെച്ചാൽ ഈ സാധനം എൻ്റെ കൈമേ അതേ ഈക്വൽ ഫോഴ്സ് ചെലുത്തുന്നത് കൊണ്ടാണ് കൈ പൊട്ടുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഒന്ന്. എന്ത്, നമ്മൾ ഏതൊരു ഇവിടെ നമ്മൾ കൈ കൊണ്ട് അമർത്താണെങ്കിൽ ആ സാധനം നമ്മളെ തിരിച്ചമർത്തും. രണ്ടാമത് നമ്മൾ നോക്കുക, ഞാൻ ഇതിവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ വേറെ സാധനം എടുക്കാന്നിരിക്കുക. ഈ സാധനം നോക്കുക, ഇങ്ങനെ വീട്ടിലേക്ക് വിട്ടപ്പോൾ അതാണ് വീണത്. എന്തുകൊണ്ടാണ് വിട്ടപ്പോൾ അത് ഇങ്ങനെ വീഴുന്നത്? കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഏതൊരു വസ്തുവിനും ഭൂമി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇങ്ങോട്ട് വലിക്കേണ്ടി. വലിക്കുമ്പോൾ എന്തുണ്ടാവും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തിൽ വലിക്കേണ്ടി, അല്ലെങ്കിൽ ആക്സിലേഷനിൽ വലിക്കേണ്ടി. അപ്പൊ എന്തുണ്ടാവും? ആ ഫോഴ്സിൽ ഇങ്ങനെ താഴേക്ക് വീഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് അങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോഴവിടെ നിൽക്കണത്. അപ്പൊ ഇതിന് എൻ്റെ കയ്യിന് താങ്ങാവുന്ന ഫോഴ്സാണ് നിൽക്കും. അതിലും കൂടി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ താങ്ങാൻ പറ്റിയെങ്കിൽ താഴേക്ക് വീഴും. ഇല്ലേ? നിങ്ങൾക്കറിയാം, ഒരു 50 കിലോന്റെ ചാക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ താഴേക്ക് വീഴും. എന്താ കാരണം? അത് കീ റൂട്ടുള്ള അതിന് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് ചെറുക്കാൻ എൻ്റെ കയ്യിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ താഴേക്ക് വീഴും. അപ്പൊ ഒരു സാധനം ഇവിടെ നിൽക്കണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഇതിന്റെ ഭൂമി ഇതിനെ വലിക്കുന്ന ആ ഫോഴ്സിന് എതിരായിട്ട് ഇവിടുന്ന് ഒരു ഫക്കള ഇപ്പൊ ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് വലിച്ചു പിടിക്കാം. എങ്ങനെയായാലും ആ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ഉണ്ട്. രണ്ട് ഈക്വൽ ആവുമ്പോഴാണ് എന്തുണ്ടാവുക? അത് അനങ്ങാതെ നിൽക്കുക. ഇപ്പൊ ഇവിടെ നോക്കുക, ഈ സാധനം ഞാൻ ഇപ്പൊ നോക്കുക, ഇതിലിടുമ്പോ ഇവിടെ വിട്ടാല് എന്തുണ്ടാവും? ഇത് വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് വീഴും അല്ലേ? ഞാൻ വിട്ടു, ദേ ആ താഴേക്ക് പോയി. എന്നിട്ട് എന്താ അവിടെ നിന്നു. അപ്പൊ എന്താ കാരണം? നിന്നുണ്ടെങ്കിൽ അടിയിന്നൊരു ഫോഴ്സ് തള്ളുണ്ടെന്ന് അല്ലേ? ആ ഫോഴ്സ് എവിടെ നിന്ന് വരുന്നു? അപ്പൊ നമ്മൾ കയ്യിൽ ഞാൻ കൊടുക്കുന്നിറങ്ങി ഇതിന്റെ ഈ ആരാണ് കൊടുക്കുന്നത്? ഇത് എന്തുകൊണ്ടാണ്? വായുവിൽ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കില്ല, പക്ഷെ വെള്ളത്തിൽ ഇടുമ്പോൾ അവിടെ നിൽക്കണം. എന്താ കാരണം? ആ വെള്ളത്തിന് അതിന്റെ മുകളിലേക്ക് തള്ളാൻ ഒരു കഴിവുണ്ട് അല്ലേ? ഒരു ശക്തിയുണ്ട്, അതിന് ബലം പ്രയോഗിക്കാനുള്ള ശക്തിയുണ്ട്. ആ ബലം ആര് കൊടുക്കുന്നു? അത് കണ്ടെത്തലാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ക്ലാസിന്റെ ഉദ്ദേശം. അപ്പോൾ എങ്ങനെ ഇത്
ഇത് കെടുക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താം. ഞാൻ ചില ചിത്രങ്ങൾ ബോർഡിൽ വരയ്ക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം നമുക്ക് ആ മുൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പ്രഷർ എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് പ്രഷർ എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് പ്രഷർ? പലപ്പോഴും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യും. എന്താണ് അവർ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ അതെന്താ സാധനം? അത് നമ്മുടെ ഹൃദയം രക്തത്തെ പമ്പ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയിലേക്ക് എങ്ങനെയാണെന്നാണ് അവര് അത് കണ്ടുപിടിക്കുന്നത്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക. അപ്പൊ എന്താണ് പ്രഷർ? ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുക. ആ പ്രഷർ തന്നെയാണ് ഫോഴ്സ്. പക്ഷെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുള്ളത്, ഏരിയ മുതലുള്ളത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇവിടെ നമ്മൾ ഈ എന്താണ് വരച്ചിട്ടുള്ളത്? ഇതൊരു വലിയ ടാങ്കാണ്, വലിയ ടാങ്ക്. അതിൽ ഇത്രയും മേലെ വെള്ളത്തിന്റെ ഒരു ബോക്സിനെ നമ്മൾ സാങ്കല്പിക ബോക്സ്, വെള്ളത്തിന്റെ മേൽഭാഗം തൊട്ട് ഇത്രയും ഹൈറ്റ്, അത് 80 സെന്റിമീറ്റർ ഹൈറ്റിൽ ഉള്ള ഒരു ബീം, ഒരു ചതുരൻ ബീമിനെ ആണ് സങ്കല്പിച്ചിട്ടുള്ളത്. ഇത് വെള്ളത്തിന്റെ തന്നെ ഒരു ബീം. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഈ അതായത് ഒരു ഇതിനെ സ്തംഭത്തെ നമ്മൾ സങ്കല്പിച്ചിരിക്കുകയാണ്. അതിന്റെ അടിഭാഗത്തിന് 20 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുണ്ട്. അപ്പൊ അതിന് എത്ര ഏരിയ ഉണ്ട്? അടിഭാഗത്തെ ഏരിയ എത്ര ഉണ്ടാവും? 10 × 20 സെന്റിമീറ്റർ × 10 സെന്റിമീറ്റർ സമം 200 സെന്റിമീറ്റർ ആണ് അതിന്റെ, സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ചുറ്റളവൽ അടിഭാഗത്തെ ഏരിയ എ സമം എത്രയാണ്? ഏരിയ എ സമം 200 സെന്റിമീറ്റർ സ്ക്വയർ. അടിഭാഗത്തെ എ സമം 200 cm. അപ്പൊ 200 cm ഉണ്ട്. അതിലൊരു CMത്തിന്റെ ചതുരാണ് ഇവിടെ കറുപ്പ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എന്താണ്? അതായത് ഒരു യൂണിറ്റ് ഏരിയ ആണിത്. ആ ഏരിയ ഇതിൽ യൂണിറ്റ് ചതുരശ്ര സെന്റിമീറ്ററിൽ 1 സെന്റിമീറ്റർ നീളവും വീതിയും ചതുരം കാണിച്ചു, അതിന് യൂണിറ്റ് ഏരിയ എന്ന് പറയും. ഈ മൊത്തം 200 സെന്റിമീറ്റർ ആണ് ഈ കോളത്തിന്റെ മൊത്തം ഏരിയ. അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ എന്തെന്ന് പറയും? അതിന്റെ ആ മൊത്തം ഫോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിലെ ഈ ചതുരത്തിൽ മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് പ്രഷർ. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലം, അതിനെ ആ ഒരു യൂണിറ്റ് ഏരിയയിൽ പെടുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് പ്രഷർ. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ അനുഭവപ്പെടുന്ന, ഈ ഏരിയയിലുള്ള ഫോഴ്സ് ആണ് എന്ത്? ഈക്വൽ ടു പ്രഷർ. മനസ്സിലായ? ആ പ്രഷർ എന്താണ് മനസ്സിലായി? ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന എന്ത്? ബലം, അഥവാ ഫോഴ്സ് തന്നെയാണ്. അപ്പൊ ഇത്ര ഏരിയയിലുള്ള തന്നെ പ്രഷർ എന്ന് പറയും. മൊത്തം ഇതിന്റെ അടിഭാഗത്തെ ഏരിയയിലുള്ളതിന് പറയുന്നത് എന്തെന്ന്? ഫോഴ്സ് എന്ന് പറയും. മനസ്സിലായ? അപ്പോ ഫോഴ്സും പ്രഷറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയി ഇല്ലേ? ബന്ധമുണ്ട്, പക്ഷെ മൊത്തം ഏരിയയിലാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയും, യൂണിറ്റ് ഏരിയയിലാണെങ്കിൽ പ്രഷർ എന്ന് പറയും. അപ്പൊ ഇത് പ്രഷർ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, വെള്ളത്തിന്റെ പ്രത്യേകത പ്രഷർ ഇതിന്റെ ഈ ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലെയിനില് ഇത് നിൽക്കുന്ന ഈ ചതുരം നിൽക്കുന്നുണ്ടല്ല, അതിന്റെ മൊത്തം ഇതേ ലെവലിലുള്ള എല്ലാ വെള്ളത്തിനും ഒരേ പ്രഷർ ആയിരിക്കും. അതെന്താ കാരണം എന്ന് പറഞ്ഞേക്കാം എന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സ്തംഭം അല്ലെ, ഇങ്ങനെ ഒരു സ്തംഭമുണ്ട്, ചതുരസ്തംഭം ഉണ്ട്. ആ ചതുരത്തിന്റെ അടിഭാഗത്തിന് 200 സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ വിസ്തീർണമുണ്ട്. അത് ഈ വെള്ളത്തിന്റെ അത്രയും ഏരിയയിലെ വെള്ളത്തിന് എന്ത് ഭാരം ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റും നമുക്ക്? എങ്ങനെയാണ് ഭാരം കണക്കാക്കുക ഈ ഇത്രയും വെള്ളത്തിന്റെ? അല്ലെ, നമുക്കറിയാവുന്ന വെച്ച് കാരണം ഇതിന്റെ വോള്യം എങ്ങനെയാ കണക്കാക്കുക? നമുക്കറിയാം വോള്യം കണക്കാക്കാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, അല്ലെങ്കിൽ പാദവിസ്തീർണം ഇൻറ്റു ഉന്നതി അല്ലേ? ഇതിലെ പാദവിസ്തീർണം എത്രയാണ്? 200 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിന്റെ പാദവിസ്തീർണത്തെ ഹൈറ്റ് കൊണ്ട് ഹരിച്ചാൽ മതി. ഇതിൽ ഹൈറ്റ് 80 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ വോള്യം എത്രയാ നിങ്ങൾക്ക് കണക്കാക്കാം അല്ലേ? വോള്യം
വോളിയം എത്രയാണെന്ന് ചോദിക്കുമ്പോ വോളിയം ബി എത്രയാണെന്ന് പറയാം നിങ്ങള്. 80 ഇൻറ്റു 200 ഇൻറ്റു അതായത് അന്നോട്ട് നല്ലത് എ അല്ല എന്ന് പറഞ്ഞാല് എ ഇൻറ്റു എച്ച്, എ ഇൻറ്റു ഹൈറ്റ്, അതായത് ഇത് പാദ വിസ്തീർണത്തെയാണ് എ, ഹൈറ്റിനെ എച്ച്. അപ്പൊ എത്രയാണത്? 200 ഇൻറ്റു CM സ്ക്വയർ ഇൻറ്റു 80 CM എന്ന് വെച്ചാല് എത്രയാണ്? 200 816 16,000 CM ക്യൂബ്ഡ്. അത് ഘന സെന്റിമീറ്റർ. അത് 1000, അതായത് 1000 ഘന സെന്റിമീറ്റർ അല്ല, 1000 ഘന സെന്റിമീറ്ററിന് 1 ലിറ്റർ എന്ന് പറയും. അപ്പൊ എത്ര ലിറ്ററാ? 16 ലിറ്റർ ആണ്. അപ്പൊ എത്രയാണത്? ഇതിന്റെ ഇതെന്ന് പറഞ്ഞത് ഓർ 16 ലിറ്റർ എന്നും പറയാം. അത് 16 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്ററിന് എത്ര ഭാരം ഉണ്ടായിരിക്കും? 1 കിലോ. 1 കിലോ അല്ലെ? 1 ലിറ്ററിന് 1 കിലോ ഭാരം നമുക്കറിയാം. അതാണ് ഡെൻസിറ്റി. രണ്ട് തരത്തിൽ ഡെൻസിറ്റി പറയാം. ലിറ്ററിന്റെ ഡെൻസിറ്റി വെച്ചാൽ 1 kg. അല്ലെങ്കിൽ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ യൂണിറ്റ് ഏരിയയുടെ ഇതിന്റെ പറയുകയാണെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ പറയാം? ഇതിൽ നമുക്ക് യൂണിറ്റിൽ ഇതിന്റെ ചെറിയ ഏരിയയിൽ പറയാം. ഇത്രയും 3 സ്ഥലത്തെ ഡെൻസിറ്റി എത്രയായിരിക്കും? ഒരു യൂണിറ്റ് ക്യൂബിന്റെ ഡെൻസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും 1 ഉയരമുള്ള കട്ട ഡെൻസിറ്റി 1 ഗ്രാം ആയിരിക്കും. എത്രയാണ്? അപ്പോ ഒരു ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഡെൻസിറ്റി 1 ഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇല്ലേ? അതല്ല, അതാ ശരി തന്നെയാണ്. അപ്പൊ എത്ര ഗ്രാം എന്ന് പറയാൻ വേണമെങ്കിൽ ഇത് അങ്ങനെയും പറയാം, ഓർ 16,000 ഗ്രാം എന്നും പറയാം. അതായത് 16 കിലോഗ്രാം എന്നും പറയാം. മനസ്സിലായോ? ആ 16,000 ഗ്രാം ആണ് അതിന്റെ ഭാരം, അല്ലെങ്കിൽ 16 കിലോ ആണ് അതിന്റെ ഭാരം. 2 തരത്തിലും പറയാം. അപ്പൊ ഇതിന്റെ വെയിറ്റ് കിട്ടിയില്ല നമുക്ക്. വെയിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കിട്ടിയത്? എയും എച്ചും കുണിച്ചപ്പോ എന്ത് കിട്ടി? വോളിയം കിട്ടി അല്ലെ? വോളിയത്തിൽ കൂടെ എന്ത് കുണിച്ചു? അതിന്റെ ഡെൻസിറ്റി കൊണ്ട് കുണിച്ചു അല്ലെ? ഡെൻസിറ്റി ഡി അല്ലേ? ഡെൻസിറ്റി ഡി എന്നും കൂടി എഴുതാം. ഡെൻസിറ്റി ഡി ഈക്വൽ ടു 1 ഗ്രാം ആയതുകൊണ്ട് 16,000 ഗ്രാം, അതായത് ഈ 16,000 ഇതിന് 1 ഇൻറ്റു 1 ഗ്രാം, 16,000 ഗ്രാം. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല് അപ്പൊ എങ്ങനെ കിട്ടിയെന്ന് പറയാം. അപ്പൊ എങ്ങനെ ഇതിന്റെ വെയിറ്റ് കിട്ടി? വെയിറ്റ് കിട്ടിയത് അല്ലേ? വെയിറ്റ് കിട്ടി. W എങ്ങനെ കിട്ടി നമുക്ക്? അല്ലെങ്കിൽ വെയിറ്റ് ഓർ മാസ്? വെയിറ്റ് അല്ല, മാസ്. മാസ് എങ്ങനെ കിട്ടി നമുക്ക്? ഹൈറ്റ് ഇൻറ്റു ഏരിയ. മാസ് കിട്ടിയത് മാസ് കിട്ടിയത് അല്ല, വോളിയം അല്ല, ഇത് AH അല്ലെ? AH വോളിയം അല്ലേ? ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? AHD കിട്ടിയതാണ് എന്തെന്ന്? 16,000 ഗ്രാം അല്ലേ? 16,000 ഗ്രാം ഓർ 16 kg കിട്ടി അല്ലേ? അപ്പൊ AHD ആണ് 16,000 kg കിട്ടിയെന്ന് മനസ്സിലായി അല്ലേ? ഇതിന്റെ വെയിറ്റ് കിട്ടി എന്ന് വെച്ചാല് മാസ് കിട്ടിയെന്ന് അർത്ഥം. ഈ മാസ് അറിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഭൂമി എപ്പോഴും എത്ര ഇതിലാണ് ജി ആക്സിലറേഷൻ ഉണ്ടാക്കിക്കൊണ്ട്, അഥവാ 9.8 m/s² വലിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് എങ്ങനെ കാണാൻ പറ്റും? ഈ മാസ് നമുക്കറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് അല്ലെ? നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഇതും ജി, അതായത് ഈ AHD അല്ലെ? ഇതിന്റെ ഗ്രാവിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ഈ 16 kg ഇൻറ്റു 9.8 കൊണ്ട് m/s² ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ വെയിറ്റ്. ഏകദേശം 160 അറൗണ്ട് 160 ന്യൂട്ടന് വരും. അറൗണ്ട് സ്വല്പം കുറയുംട്ടാ, ഞാൻ 10 ആക്കി എടുത്തു. അപ്പൊ ഏതാണ്ട് 160 എന്ത്
ഏകദേശം 160 ന്യൂട്ടനോളം ബലം ഇത് അനുഭവപ്പെടും. അപ്പൊ നമുക്ക് ഫോഴ്സ് കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ കോളത്തിന്റെ സ്തംഭത്തിന്റെ വെയിറ്റ് ഉണ്ട്. അത് എത്ര ബലം താഴോട്ട് പഠിക്കും. ചുവന്ന ഇതിന്റെ ലൈൻ ഇവിടെ കണ്ട ഒരു മാർക്ക് ഇവിടെയാണ് ഈ ലൈനിലാണ് അല്ലെ. ഈ ലൈനില് ഈ ഏരിയയിലുള്ള വെള്ളം അത് താഴോട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എവിടെ പ്രസ് ചെയ്യും? ഇവിടെ കണ്ട ഈ ഭാഗത്ത് ഇങ്ങനെ ഇതിന്റെ അടിയിലേക്ക് കണ്ട ഇവിടെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അപ്പൊ ഈ സാധനം ഏതിനെ പ്രസ് ചെയ്യും? മുകളിലത്തെ വെള്ളം മുകളിലത്തെ ഈ വെള്ളം ഉണ്ടല്ല, ഈ കോളത്തിന്റെ വെള്ളത്തിന് ഈ ഇത്രയും ഏരിയയിലത്തെ പ്രഷർ അത് ഫോഴ്സ് താഴേക്ക് തള്ളും. മനസ്സിലായി? ആ പ്രഷർ വെച്ചാൽ 160 ന്യൂട്ടൺ താഴേക്ക് തള്ളുമ്പോൾ എന്തൊക്കെയുണ്ടാവും? ഇങ്ങട് ആര് തള്ളും? ഇവിടെ നിന്ന് ഈ അടിയിലത്തെ വെള്ളം ഇതിനെയും തള്ളും തിരിച്ച്. മനസ്സിലായി? അതല്ലേ നമ്മൾ പറഞ്ഞത്. ഈ ലൈനിന്റെ മുകളിലത്തെ വെള്ളം താഴേക്ക് തള്ളുമ്പോ താഴത്തെ വെള്ളം അതിനെ തിരിച്ചു തള്ളും. അപ്പൊ മുകളിലേക്ക് എത്ര താഴേക്ക് 160 ന്യൂട്ടൺ, ഏകദേശം 160 ന്യൂട്ടൺ താഴേക്ക് ഉണ്ടെങ്കിൽ മുകളിലേക്കും അത്ര ഫോഴ്സ് ഇതും എത്രയായിരിക്കും? 160 ന്യൂട്ടൺ ഫോഴ്സ് മുകളിലേക്ക് തള്ളും. അപ്പൊ മനസ്സിലായ? ഇതില് ഈ ന്യൂട്ടൺ ഇത്രയും ഏരിയ 160 ന്യൂട്ടൺ ഫോഴ്സ് അങ്ങടും തള്ളും. മനസ്സിലായ? അപ്പോ വെള്ളത്തില് ഇനി നോക്കുക, ഇവിടെ ഈ 80 പറഞ്ഞ കുറച്ചുകൂടി താഴത്തേക്ക് അത് 100 ആവും അല്ലേ. അപ്പൊ ഇവിടുത്തെ പ്രഷർ, ഇതിന് മൊത്തം പ്രഷർ, അപ്പൊ പ്രഷർ എത്രയാണെന്ന് കണക്കാക്കുക. ഈ പ്രഷർ കണക്കാക്കിയേ. അപ്പൊ ഇവിടെ ഈ പ്രഷർ എന്താണ്? ഈ 1 സ്ക്വയർ സെന്റിമീറ്ററിലെ അതെങ്ങനെയാ കണക്കാക്കുക? ഈ സംഖ്യേനെ അതായത് ഇതിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? പ്രഷർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഏരിയയിലെ കാണിച്ചാൽ മതി അല്ലെ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A/H/D/G അതിനെന്തുകൊണ്ട് ഹരിക്കണം? ബൈ അതിനെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഒരു ഏരിയയില് കിട്ടില്ലേ. അപ്പൊ ഇത് ഹരിക്കുമ്പോ ഏയും വെട്ടിപ്പോവും. ബൈ HDG അതായത് ഇതിൽ 200 കൊണ്ട് ഇതിനെ ഹരിക്കണം. മനസ്സിലായ? കണ്ട? അപ്പൊ ഏരിയയിലും വെച്ചിട്ട് കണ്ടാൽ മതി. ഇതിനപ്പോ ഈ 200 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇതിൽ 160 ന്യൂട്ടൺ എന്ന് പറയുമ്പോ ഇതിനെ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 200 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് ഒരു സ്ക്വയർ സെന്റിമീറ്ററിൽ അതായത് യൂണിറ്റ് ഏരിയയില് എന്ത് കിട്ടും? നമുക്ക് ഫോഴ്സ് കിട്ടും. അതായത് A കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ പ്രഷർ കിട്ടും. ആ പ്രഷർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് ഇത് വെട്ടി പോയിട്ട് ലാസ്റ്റ് എന്ത് ഉത്തരം കിട്ടുക എന്തിനാണ്? HDG അല്ലേ. എയും വെട്ടി പോവില്ലേ. അപ്പൊ എന്തായിരിക്കും? പ്രഷർ സമം HDG. അപ്പൊ വെള്ളത്തിന്റെ പ്രഷർ കാണാൻ എന്ത് ചെയ്താൽ മതി? വെള്ളത്തിന്റെ ഹൈറ്റ്, ഡെൻസിറ്റി, ഭൂഗുരുത്വ ബലം തമ്മിൽ ഗുണിച്ചാൽ മതി. മനസ്സിലായ? ഇനി പ്രഷർ പിന്നെ നമുക്ക് ഒരു നിശ്ചിത ഏരിയയിലത്തെ ഫോഴ്സ് കാണാൻ ആ പ്രഷറിനെ ആ ഏരിയ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് മൊത്തം ഏരിയയിലത്തെ ഫോഴ്സ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെള്ളത്തിന്റെ ഒരു പോയിന്റില് ഇവിടുത്തെ ഒരു സ്ക്വയർ സെന്റിമീറ്റർ യൂണിറ്റ് ഏരിയയിലെ പ്രഷർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുന്നുള്ള ഹൈറ്റ് എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക? ഡെൻസിറ്റി എടുക്കുക അല്ലേ. ആ ഡെൻസിറ്റി എടുക്കുക, പിന്നെ ഗ്രാവിറ്റി കൊണ്ട് കൂടി ഗുണിച്ചാൽ എന്ത് കിട്ടി? നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? പ്രഷർ കിട്ടും. ആ പ്രഷർ കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിൽ നേരത്തെ കണ്ടുപിടിച്ച് പ്രഷർ H-ഉം D-യും G-യും ഗുണിച്ചാൽ പ്രഷർ കിട്ടും. ഒരു യൂണിറ്റ് ഏരിയയിലെ പ്രഷർ കിട്ടാനായിട്ട് HDG അല്ലേ. അപ്പൊ അതായത് HD ഇതിലത്തെ അപ്പൊ ഒരു യൂണിറ്റിന് ഇവിടെ കിട്ടാനായിട്ട് ഇതിന്റെ 80 ഇൻറ്റു എത്ര? ഹൈറ്റ്
അല്ല ഇത് 80 HD എന്ന് പറഞ്ഞത് 1 gram അല്ലേ? പിന്നെ ഇത് 9.8 meter/second സ്ക്വയർ അല്ലേ? അപ്പൊ ഇത് നമ്മൾ കിലോയിലാണ്, ന്യൂട്ടൺ ആക്കണമെങ്കിൽ എന്ത് വേണം? ഗ്രാമിനെ കിലോഗ്രാം 1000 കൊണ്ട് ഹരിക്കണണ്ട. നമ്മള് ഈ ഗ്രാമല്ല അവിടെ. അപ്പൊ നമ്മള് ഇതുകൊണ്ട് ഹരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഏതാ? അപ്പൊ പൊട്ട ഏരിയല്ലേ ഒരു ഇതിന്റെ എടുക്കുമ്പോ ഹൈറ്റ് HDG പോരെ? പ്രഷറിന് HDG. പ്രഷർ G ഒരു പോയിന്റിലെ മാത്രം കിട്ടും. മൊത്തം ഏരിയയിലെ കാണണമെങ്കിൽ എവിടെ? ഇവിടെയാ. ആ മൊത്തം ഏരിയയിലെ കാണണമെങ്കിൽ A കൊണ്ട് ഗുണിക്കുക. മൊത്തം ഏരിയയിലെ കിട്ടണമെങ്കിൽ ഇവിടെയാ. ഇത് ഫോഴ്സ്, അതിനെ A കൊണ്ട് ഹരിച്ചാ പോരെ? അപ്പൊ A വെട്ടി പോവില്ലേ? അപ്പൊ HDG അല്ലേ പ്രഷർ? മനസ്സിലായ? പ്രഷർ കിട്ടാനായിട്ട് HDG കിട്ടിയാൽ മതി. A കൊണ്ട് കിട്ടിയ ഏലത്തെ മൊത്തം ഫോഴ്സ് കിട്ടും. മനസ്സിലായി? A വെട്ടിപ്പോകുമ്പോ HDG പ്രഷർ കിട്ടില്ലേ? അപ്പൊ പ്രഷർ കിട്ടില്ലേ? അപ്പൊ ഇനി പ്രഷർ കണ്ടാൽ മൊത്തം ഏരിയയിലത്തെ ഫോഴ്സ് കിട്ടണമെങ്കിൽ A കൊണ്ട് കുടിച്ചാൽ മതി. ആ പ്രഷർ കണ്ടിട്ട് ഏരിയ കൊണ്ട് അടിച്ചാൽ മൊത്തം ഏരിയയിലത്തെ ഫോഴ്സ് കിട്ടും. മനസ്സിലായ? അപ്പൊ നമ്മളിപ്പോ ഈ വെള്ളത്തിന്റെ ഈ അടിയിലത്തെ മൊത്തം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം ഹൈറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൊത്തം ഹൈറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു യൂണിറ്റ് ഏരിയയിലത്തെ പ്രഷർ കണ്ടുപിടിക്കുക. അതിനുശേഷം മൊത്തം ഏരിയ, ഇതിന്റെ അടിഭാഗത്ത് മൊത്തം ഏരിയ മൊത്തം ഏരിയയിലുള്ള എന്ത് കിട്ടും? നമുക്ക് ഫോഴ്സ് കിട്ടും. അങ്ങനെ ഫോഴ്സും കണ്ടുപിടിക്കാം. ഫോഴ്സ് അറിയാമെങ്കിൽ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. പ്രഷർ കണ്ടുപിടിക്കാമെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? വെള്ളത്തിന്റെ ഏത് പോയിന്റിലെ പ്രഷറാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഏരിയയിലേക്കുള്ള ഹൈറ്റ് എടുക്കുക. എന്നിട്ട് വെള്ളത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഗുണിക്കുക. പിന്നെ ആ ഉത്തരത്തെ ഏതുകൊണ്ട് ഗുണിക്കുക? അത് ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ അഥവാ G കൊണ്ട് ഗുണിക്കുക. അത് HDG എന്ന് ഓർത്താൽ മതി. ഒരു വെള്ളത്തിലെ ഏതെങ്കിലും പോയിന്റിന്റെ, ഇപ്പൊ ഇവിടത്തെ കാണുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് എടുക്കുക, പിന്നെ H എടുക്കുക, ഇതിന്റെ H എടുക്കുക, പിന്നെ D എന്ന് വെച്ചാൽ എല്ലാം തുല്യാണ്, പിന്നെ G ഇതൊക്കെ തുല്യ അല്ലേ? അപ്പൊ ഇതൊക്കെ Dയും Gയും എല്ലാത്തിനും തുല്യാണ്. അപ്പൊ പ്രഷർ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുക? H കൂടുന്നതിനനുസരിച്ച് ഇത് കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അതിന്റെ വില എപ്പോഴും ഒന്നാ, ഒരു സ്ഥിരസംഖ്യ. പക്ഷെ ഇത് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. H കൂടുന്നതിനനുസരിച്ചാണ് എന്ത് കൂടുക? പ്രഷർ കൂടുക അല്ലേ? എല്ലാത്തിലും ഈ ഡെൻസിറ്റി സെയിം തന്നെയല്ലേ? ഗ്രാവിറ്റി സെയിം തന്നെയല്ലേ? അപ്പൊ അതിന്റെ ഗുണഫലം എപ്പോഴും ഒരേ സംഖ്യ ആയിരിക്കും. പക്ഷെ ഏത് മാത്രമല്ല മാറിക്കൊണ്ടിരിക്കുന്ന ഏത് മാത്രം? ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. ഹൈറ്റ് കുറഞ്ഞാൽ അപ്പൊ ഏറ്റവും അധികം പ്രഷർ എവിടെ ഉണ്ടായിരിക്കുക? ഏറ്റവും അടിയിൽ. മനസ്സിലായില്ല? അപ്പൊ ഏറ്റവും കുറവ് പ്രഷർ എവിടെ ഉണ്ടായിരിക്കുക? മുകളിൽ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പ്രഷറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ല. പ്രഷർ കിട്ടാൻ എന്താ ചെയ്യുക? നമ്മൾ ഹൈറ്റ് ഇൻറ്റു വെള്ളത്തിന്റെ ഏതെങ്കിലും പോയിന്റിലുള്ള പ്രഷർ കിട്ടണമെങ്കിൽ അവിടുത്തെ ആ പോയിന്റിലേക്കുള്ള ഹൈറ്റ് എടുക്കുക, അതിൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഗുണിക്കുക, പിന്നെ ഗ്രാവിറ്റി കൊണ്ട് ഗുണിച്ചാൽ പ്രഷർ കിട്ടിയ മൊത്തം ഏരിയയിലത്തെ പ്രഷർ കിട്ടണമെങ്കിൽ മൊത്തം ഏരിയ എത്ര വേണ്ടത്തെ ഫോഴ്സാണ് അറിയണമെങ്കിൽ ആ ഏരിയ കൊണ്ട് ഗുണിച്ചാൽ അവിടുത്തെ മൊത്തം ഫോഴ്സും കിട്ടിയില്ലേ? അപ്പൊ ആ ഫോഴ്സ്, അപ്പൊ ഈ പോയിന്റിലത്തെ ഫോഴ്സ് ഏരിയ ഉണ്ടെങ്കിൽ ഈ ഏരിയയിലത്തെ അത്രയും താഴോട്ട് തള്ളും. അപ്പൊ അതിന്റെ അടിയിലത്തെ വെള്ളം ഇതിനെ അങ്ങോട്ട് തള്ളും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഈ ഗ്ലാസ് ഇതിൽ പൊന്തി കിടക്കാൻ കാരണം ഇവിടെ നോക്കുക, ഇത് ഇപ്പൊ ഇവിടെ വരെയാണ് പൊന്തി കിടക്കണത് അല്ലേ? അപ്പൊ അതിന്റെ അടിയിലത്തെ വെള്ളം ഇതിന്റെ ഭൂമി അതിന്റെ തള്ളുണ്ടല്ലോ അടിയിലേക്ക്, അതിന് തുല്യമായ ഫോഴ്സ് മേലോട്ട് എക്സ്കർട്ട് ചെയ്യില്ലേ? അപ്പൊ രണ്ടും തുല്യാകുമ്പോ അവിടെ നിൽക്കുന്നത്. അതാണ് പൊന്തി കിടക്കാൻ കാരണം. മനസ്സിലായ? കാരണം അങ്ങനെയാണ് വെള്ളത്തിന് എന്ത് ചെയ്യുക? മുകളിലേക്ക് തള്ളാനുള്ള ശക്തി കിട്ടുന്നത്. ഏതാണ്? ഈ വെള്ളത്തിന്റെ ഒരു പോയിന്റിൽ പ്രഷർ ഉണ്ട് ഇല്ലേ? അപ്പൊ അതിന്റെ ഏരിയ കൂടുന്നതിന് പ്രഷർ കൂടും. അപ്പൊ ഏരിയ കൂടുമ്പോ
കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും അതിന് അല്ലേ, ഏരിയക്ക് അനുസരിച്ച് ഫോഴ്സ് കൂടും. അപ്പൊ ആ ഫോഴ്സാണ് മുകളിലേക്ക് തള്ളുന്നത്. അപ്പൊ ഇതിനൊരു ഭാരം താഴേക്ക് വലിക്കും. പക്ഷെ വെള്ളത്തിന്റെ ഇത് ഏറ്റവും നിൽക്കുന്നിടത്ത് വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗം മുകളിലേക്ക് അതേ ഫോഴ്സിൽ തള്ളുമ്പോൾ രണ്ട് ഈക്വൽ ആകുമ്പോൾ അത് അവിടെ നിൽക്കും. അങ്ങനെയാണ് വസ്തു പൊന്തിക്കിടക്കുന്നത്. ആ പൊന്തിക്കിടക്കുന്നതിന്റെ ശാസ്ത്രം മനസ്സിലായി, വെള്ളത്തിൽ ശക്തി വന്നു എന്നൊക്കെ മനസ്സിലായില്ലേ. നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ എന്തുകൊണ്ട് സൂചി താഴ്ന്നു പോകുന്നു, കപ്പൽ പൊന്തിക്കിടക്കുന്നു, അത്തരം കാര്യങ്ങൾ കാരണം എന്ത് എന്നൊക്കെ പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ വിടാം. നന്ദി, നമസ്കാരം, ബൈ.